സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി നമ്മുടെ മുൻപിലുള്ളത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മഴ മുന്നറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് മഴയിലേക്ക് പോകാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇന്ന് 9 ജില്ലകൾക്ക് അതിശക്തമായ മഴ പെയ്യുന്ന യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വടക്കോട്ടാണ് ശക്തമായ മഴ പെയ്യുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും, ഏകദേശം 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്, കമലേഷിലേക്ക്. സ്റ്റേറ്റ് വൈഡ് വിവരങ്ങൾ, മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം മറ്റു ജില്ലകളിലേക്ക് പോകാം. കമലേഷ്, സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യും എന്ന മുന്നറിയിപ്പാണുള്ളത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അതായത് മഴ ഏറ്റവും കൂടുതൽ കനക്കുക വടക്കൻ ജില്ലകളിലേക്കാണ് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പിൽ പറയുന്നത്, അല്ലേ? മനു, തീർച്ചയായും ഈ മഴക്കാലം ആരംഭിച്ചത് മുതൽ മലബാറിലേക്ക് തന്നെയാണ്, അതായത് വടക്കൻ ജില്ലകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് എന്നാണ് സാഹചര്യം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചൊക്കെ വളരെ ചുരുക്കം മഴയാണ് ഇക്കുറി ലഭിച്ചിട്ടുള്ളത്. വലിയ മഴ, അതായത് ഒരു മധ്യ വടക്കൻ മേഖലകളിലാണ് കൂടുതലായും മഴ ലഭിക്കുന്നത്. നിലവിലെ സാഹചര്യവും അതുപോലെ തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുകയാണ്. മലബാർ മേഖലകളിലും ഈ എറണാകുളം തൊട്ട്, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം തൊട്ട് കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നത്. ഈ ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അതോടൊപ്പം ഈ തീരദേശ മേഖല, അതുപോലെ തന്നെ ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. വെള്ളം ഉയരുന്നുണ്ടോ എന്നത് കൃത്യമായി നിരീക്ഷിക്കണം എന്ന്, അത് ശ്രദ്ധിക്കണം എന്ന കാര്യം അവർക്കൊക്കെ, ഈ നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ അതിശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. തീരദേശങ്ങളിലുള്ളവർ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. അതായത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലെല്ലാം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വള്ളം ഇറക്കരുത് ഈ സാഹചര്യങ്ങളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, കടൽ കയറുന്നുണ്ടോ എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ്. നേരത്തെ ഈ തീരദേശങ്ങളിൽ പലയിടത്തും ഇത്തരത്തിൽ കടൽ കയറുന്ന സാഹചര്യമുണ്ട്. കാസർഗോഡ് ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന എൻ്റെ അമ്മ വീട് ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ചില വീഡിയോകളൊക്കെ ബന്ധുക്കളൊക്കെ അയച്ചു തരുന്ന സാഹചര്യമുണ്ട്. അവിടെയൊക്കെ കടൽ കയറി തെങ്ങുകളൊക്കെ, ഈ കരയിൽ നിൽക്കുന്ന തെങ്ങുകളൊക്കെ കടലിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത നിലയിൽ പെട്ടെന്ന് കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ വലിയ തരത്തിൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം കൂടി നിലവിൽ നൽകുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കാര്യമായ മഴ ഇല്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു. രാവിലെ തൊട്ട് മഴ കാര്യമായി ഇല്ല എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ മലബാർ മേഖലയിൽ, മധ്യ മലബാർ മേഖലയിൽ കാര്യമായ മഴ ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ പ്രവചിക്കപ്പെടുന്ന കാര്യം. മനു.